ഹലോ, അപ്പോൾ ഇന്നത്തെ നോമ്പറിൻ്റെ സ്പെഷ്യലൊക്കെ കണ്ടാലോ. എമിറേറ്റ്സിലെല്ലാം സ്പെഷ്യലായിട്ടുള്ള ഷമാ മിൽക്ക് ഷേക്കാണ് ഞാനിപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതും എന്ന ഷേക്കാണ് ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ ഷമാം എടുത്തിട്ടുണ്ട്. അരമുറി ഷമാമാണ് എടുത്തിട്ടുള്ളത്. ഇതേപോലെ സ്പൂൺ കൊണ്ട് സ്കൂപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. നമ്മൾ നോമ്പൊക്കെ തുറക്കുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഷേക്കും ജ്യൂസൊക്കെ കുടിക്കാവൂ. അല്ലാതെ നമ്മൾ ചെറുനാരങ്ങ കൊണ്ടുള്ള വെള്ളമൊക്കെ കുടിക്കുമ്പോൾ ഭയങ്കര ഡേഞ്ചറാണെന്നാണ് പറയുന്നത് ഡോക്ടർമാരെല്ലാം. അതുകൊണ്ട് നമ്മൾ ഇത്തവണ അങ്ങനെ ചെറുനാരങ്ങൻ്റെ വെള്ളമൊന്നും കലക്കിയിട്ടുണ്ടായിട്ടില്ല. നമ്മൾ നന്നായി സർവത്തൊക്കെ ഇടയ്ക്ക് കലക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മിൽക്ക് ഷേക്കാണ്. ഷമാ മിൽക്ക് ഷേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റിയുമാണ്, ഹെൽത്തിയുമാണ്. അതിന് വേണ്ടിയിട്ട് ഇനി അടുത്തത് എടുക്കാൻ പോകുന്നത് മാമ്പഴമാണ്. നല്ല മധുരമുള്ള മാങ്ങ എടുക്കണം. അപ്പോൾ അത് എടുത്തിട്ട് നല്ലോണം സ്ലൈസ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ 5 പേർക്കുള്ള ക്വാണ്ടിറ്റിയാണ് എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 6 ഈന്തപ്പഴം എടുക്കുക. നല്ല മധുരമുള്ള ഈന്തപ്പഴം തന്നെ എടുക്കണം. അതിങ്ങനെ കുരു കളഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഒഴിക്കാൻ പോകുന്നത് പാലാണ്. തണുത്ത പാലാണെങ്കിൽ അങ്ങനെ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ കൂടെ കട്ടയും ഇട്ട് കൊടുത്താൽ മതി. ഐസും കട്ട ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ പഞ്ചസാര ചേർക്കണമെങ്കിൽ പഞ്ചസാര ചേർത്തിട്ട് അടിച്ചു കൊടുക്കുന്നതാണ്. ഇതിന് കുറച്ചൊരു മധുരമൊക്കെ ഉണ്ടാവും, അതുകൊണ്ട് പിന്നെ പേടിക്കണ്ട. നല്ല മധുരം വേണമെങ്കിൽ മാത്രം പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ അത് ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പഴം നിറച്ചത്. കണ്ണൂർക്കാരുടെ സ്വന്തം പഴം നിറച്ചതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പഴം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കേണ്ടതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഞാൻ ഇപ്പോൾ ഇരുമ്പിൻ്റെ ചട്ടിയിലാണ് ആക്കുന്നത്. അതുകൊണ്ട് വേഗം പെട്ടെന്ന് ചൂടായിട്ട് വേഗം ഇതുപോലെ മുരിഞ്ഞ് കിട്ടുന്നതാണ്. ഇത്ര മുരിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഇത് കരിഞ്ഞ പോലെയാണ് നിങ്ങൾക്ക് തോന്നുന്നത്, പക്ഷേ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇതുപോലത്തെ കളറായാൽ. പിന്നെ അതിന് ശേഷം അങ്ങനെ പൊരിച്ചെടുത്തതിന് ശേഷം ഞാൻ അടുത്തത് ഉരുളക്കിഴങ്ങ് സ്ലൈസ് ചെയ്തെടുത്തിട്ട് നമുക്ക് ബജ്ജി ഉണ്ടാക്കാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് തൊലിയൊക്കെ കളയലാണ്. തൊലി കളഞ്ഞിട്ട് നമുക്ക് സ്ലൈസായിട്ട് ചെറുതായിട്ട് നേരിതായിട്ട് അരിഞ്ഞെടുക്കുക. ബജ്ജിയുടെ കൂട്ട് എല്ലാവർക്കും അറിയില്ലേ, നമ്മൾ ഇതുപോലത്തെ ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ബജ്ജിയൊക്കെ ഉണ്ടാക്കലാന്ന് ഈസി ആയിട്ട്. അതിന് വേണ്ടിയിട്ട് സ്ലൈസായിട്ട് നൈസായിട്ട് അരിയണം. ഇനി അടുത്തത് നമുക്ക് കൂട്ട് തയ്യാറാക്കലാണ്. അതിന് വേണ്ടിയിട്ട് മൈദ, കടലമാവ്, മൈദ ഇല്ലെങ്കിൽ കോൺഫ്ലവർ ഏതായാലും എടുത്താൽ മതി. ഞാനിപ്പോൾ കോൺഫ്ലവറാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് വെള്ളം ചേർത്ത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാലപ്പൊടി, കുറച്ച് ചിക്കൻ മസാലപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ സവാള സ്ലൈസായിട്ട് നേരിയതായിട്ട് അരിഞ്ഞതും പിന്നെ പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പില ഉണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ മല്ലിയിലയോ അങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അത് വേഗം ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് ഇന്നത്തെ 3 റെസിപ്പിയും. അപ്പോൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അടുത്ത റെസിപ്പി ഞാൻ തയ്യാറാക്കിയത് ക്യാരറ്റ് കേക്കാണ്. ഉണ്ടാക്കിയത് ക്യാരറ്റ് പോലെയാണ്. ഈ റെസിപ്പി എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് വേറെ തന്നെ സെപ്പറേറ്റ് വേണമെങ്കിൽ എല്ലാവരും റീപ്ലൈ തന്നാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റെസിപ്പി. നോമ്പ് തുറ സ്പെഷ്യൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ.